ഇതിന്റെ ഒരു അപകടത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ കുറ്റകൃത്യത്തിൽ പലതരത്തിൽ ഭാഗമാകുന്നവരുണ്ടാകുമല്ലോ. ഇപ്പോൾ ചില ടെലഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, ചില സിനിമ ഗ്രൂപ്പുകൾ, അത് പിന്നീട് അശ്ലീല ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു. അവർ ഉദ്ദേശിക്കുന്ന ഒരാളുകൾ അതിൽ വന്നു കഴിഞ്ഞാലാണ് ഈ ഗ്രൂപ്പിന്റെ സ്വഭാവം അങ്ങ് മാറുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയോ മറ്റോ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ കയറുന്ന നമ്മൾ, പക്ഷേ ആ ഗ്രൂപ്പ് പിന്നീട് മറ്റൊരു അശ്ലീല ഗ്രൂപ്പായി മാറുകയാണ്. അത് നമ്മളെ ബാധിക്കുമോ? ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആൾ മാത്രമല്ല, ആ ഗ്രൂപ്പിലുള്ളവരെയൊക്കെ എങ്ങനെയായിരിക്കും അത് ബാധിക്കുന്നത്? ഈ പല തരത്തിൽ വേണമെങ്കിൽ ബാധിക്കാം. ഈ ഗ്രൂപ്പിൻ്റെ ഭാഗം, ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗം ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്സ്, പലതരം പ്രൊഫൈൽ പിക്സ് അവർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്ന് നമ്മൾ വിക്ടിമായിട്ട് മാറാം. അങ്ങനെ പല തരത്തിൽ വിക്ടിമായിട്ട് മാറാം. പിന്നെ നമ്മുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ വെച്ചിട്ട് ഇത് ഇന്ന ആളുടെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമ്പർ വെച്ചിട്ട് അതിൽ ഹാക്ക് ചെയ്ത് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ മൊബൈൽ എടുത്ത് നോക്കൂ. അതിലത്തെ ജിമെയിൽ, അത് ആൻഡ്രോയിഡ് മൊബൈലാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് കോൺഫിഗർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ജിമെയിൽ അത് ലോഗ് ഔട്ട് ചെയ്യാതെ കിടക്കുമായിരിക്കും. അങ്ങനെ ലോഗ് ഔട്ട് ചെയ്യാതെ ഒരു മൊബൈലിൽ കടന്നു കഴിഞ്ഞാൽ ആ വഴിക്ക് മൊബൈലിലേക്ക് ഹാക്ക് ചെയ്ത് കയറാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ എക്സോ അക്കൗണ്ടുകളൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളൊക്കെ ലോഗ് ഔട്ട് ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ തന്നെ ആ സിസ്റ്റത്തിലേക്ക് ഹാക്ക് ചെയ്ത് കയറാനുള്ള വിവിധ വഴികളാണ്. ഗൂഗിൾ പേ അക്കൗണ്ട് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. അതും ആ വഴിക്കും കയറാം. ഇങ്ങനെ ഒരുപാട് തരത്തിൽ വിക്ടിമൈസ്ഡ് ആവാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഇങ്ങനെ തുറന്നു കിട്ടണത് ഈ ഗ്രൂപ്പിലെ മെമ്പർ ആവുക കാരണം.